നമസ്കാരം. ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഓസ്ട്രേലിയൻ പരമ്പരയുടെ ഒരു വീഡിയോയുമായാണ് ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി പേർ കമന്റിലൂടെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു 196 ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇടണമെന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം 186 PR പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായി എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു തുടർമാനം എന്നോണം തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോയും കൂടെ കാണേണ്ടതാണ്. ഓസ്ട്രേലിയൻ പരമ്പരയുടെ തുടർമാനമായ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ട് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഉയർന്നുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അത് എനിക്ക് നൽകുന്ന നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ്. തീർച്ചയായും ഈ വീഡിയോ പ്രകാരം നിങ്ങൾ കണ്ട് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ PR വരെ ലഭിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി എനിക്ക് നൽകിയ മെസ്സേജുകൾക്കെല്ലാം ഒത്തിരി നന്ദി. ഞാനും നിങ്ങളുടെ പ്രോസസ്സിങ്ങിൽ ഒരു പാർട്ടായി തീർന്നതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ PR ചെയ്യുന്ന മൈഗ്രേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മാത്രമല്ല, എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതാത് വെബ്സൈറ്റുകൾ വരുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കോറിലേറ്റ് ചെയ്യേണ്ടതാണ്. മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ആ രീതിയിലാണ് ഈ പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം മാറ്റങ്ങളെ നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കി തിരുത്തി നിങ്ങളുടെ പ്രോസസ്സിംഗ് ഉൾപ്പെടുത്തേണ്ടതാണ്. മറ്റെന്തെങ്കിലും ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. മുമ്പേ തന്നെ ജാമ്യം എടുക്കുകയാണ്. പക്ഷേ തീർച്ചയായും ഉപകാരപ്രദമായ കണ്ടന്റുകൾ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മറ്റുള്ളവർക്ക് അത് റെഫർ ചെയ്യുമ്പോൾ ഉപകാരപ്രദമായി തീരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം 196 വിസ എന്ന് പറയുന്നത് നമുക്കറിയാം എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന ഒരു വിസയാണ്. അപ്പം ആ വിസ നമുക്ക് നോമിനേഷൻ അത്യാവശ്യമാണ്. ആ നോമിനേഷൻ നമ്മുടെ എംപ്ലോയറാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ എംപ്ലോയർ നമുക്ക് തരുന്ന ആ ഇമെയിൽ ഉണ്ട്. ആ ഇമെയിലിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമി അക്കൗണ്ടിലേക്ക് അവരുടെ ഓസ്ട്രേലിയ ഹോം അഫയേഴ്സിന്റെ പേജിലേക്ക് തന്നെ പോകുന്നതാണ്. അവിടെ ആ ലിങ്ക് വഴിയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നത്. ഈ ലിങ്ക് 6 മന്ത് ആക്ടിവേറ്റഡ് ആയിരിക്കും. അതായത് നിങ്ങൾ വൺസ് നോമിനേഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ആ ലിങ്കിലൂടെ നിങ്ങൾ ഈ വിസ അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ ഈ നോമിനേഷൻ റിജക്ട് ആയി പോകുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇമി അക്കൗണ്ടിന്റെ ഒഫീഷ്യൽ പേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ത്രൂ ഈ ഇമെയിൽ ലിങ്കിലൂടെ തന്നെയാണ് നിങ്ങൾ ഇത് പ്രോസസ്സ് ചെയ്യേണ്ടത്. അതിലൂടെ തന്നെയാണ് നമുക്ക് പറ്റുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ വെബ് പേജിൽ ഫോം 1025I എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. അത് നമ്മൾ വായിച്ചു നോക്കണം. ഒത്തിരി ഇൻഫർമേഷൻസ് ആണ് കാൻഡിഡേറ്റിനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം ദ ലൈഫ് ഇൻ ഓസ്ട്രേലിയ വാല്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ 2 നമുക്ക് റീഡ് ചെയ്യാനുള്ള ഗൈഡുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ നിർബന്ധമായും, കാരണം നമ്മൾ PR-നാണ് നമ്മൾ പരിഗണിക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവരുടെ നിയമങ്ങളും അവരുടെ ഓസ്ട്രേലിയ ജീവിത രീതികളെ പറ്റി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കാൻഡിഡേറ്റ് ഈ 3 കാര്യങ്ങൾ നമ്മൾ റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം ഒഫീഷ്യൽ ഹോം അഫയേഴ്സിന്റെ സ്ക്രീനിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സുകളാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദത്തിന് വേണ്ടി മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 186 നമ്മൾ ചെയ്യേണ്ടത്. 189 ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ EOE എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുമ്പോൾ തന്നെ ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്കത് ബാധകമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് 186ന് നമ്മൾ ഇമി അക്കൗണ്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇമെയിലിൽ വന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇമി പേജിലേക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഹോം അഫയേഴ്സിന്റെ ഇമി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇമി അക്കൗണ്ട് എന്ന് കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ക്രിയേറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യം 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പഴയ വീഡിയോയിൽ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ 4 സ്റ്റെപ്പ് ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, അതിനെ തന്നെ അവർ ഡിവൈഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് അവർ നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ട് പ്രകാരം നമ്മൾ ആ ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽ ആയിട്ടാണോ അതേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഏജന്റ് ഉണ്ടോ അതിനുള്ള ഓപ്ഷൻ അല്ലാതെ ഏജന്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏജൻസിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇമെയിൽ ID എല്ലാം കൺഫേം ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് പോകുന്നതാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ ഇമെയിൽ ID പാസ്വേഡും വെച്ചിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ 4 സ്റ്റെപ്പാണ് അതിനകത്തുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ അവർ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ പോകുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് മൈ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ 186 എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സ്കിൽഡ് ക്ലിക്ക് ചെയ്യുക. സ്കില്ലിനകത്ത് പെർമനന്റ് എംപ്ലോയർ സ്പോൺസേർഡ് ഓർ നോമിനേറ്റഡ് വിസ 186,187 എന്നുള്ളത് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് തുറന്നു വരും. അതിനകത്ത് നമ്മുടെ നോമിനേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ പറയുന്നത്. TRN നമ്പർ ഉണ്ട്. നമുക്ക് ഇമെയിൽ വന്നതിൽ നോമിനേഷൻ കിട്ടിയെന്ന് പറഞ്ഞു വന്ന ഇമെയിലിൽ TR നമ്പർ ഉണ്ട്. അത് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കറണ്ട് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ കാണിക്കും. അതിൽ നമ്മൾ സബ് ക്ലാസ് 186 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസുകൾ തെറ്റാതെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പാസ്പോർട്ടാണ് നമ്മുടെ രേഖ. അപ്പം അതിലെല്ലാ ഡീറ്റെയിൽസുകളും ഒരുപോലെ ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ആസ് പെർ ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഗിവൺ നെയിം, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് പാസ്പോർട്ട്, നാഷണൽ പാസ്പോർട്ട് ഹോൾഡർ എവിടെയാണെന്നുള്ളത്, എക്സ്പയറി ഡേറ്റ്, പ്ലേസ് ഓഫ് ഇഷ്യൂ, അങ്ങനെയുള്ള ഇത്യാദി എല്ലാ കാര്യങ്ങളും. അപ്പം
അതാണ് പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതുപോലെ തന്നെ കൊടുക്കുക. നാഷണൽ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വേണം, ടിക്ക് യെസ് കൊടുക്കുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് ആധാർ ഉണ്ട്, ആധാറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. UK എന്ന് പറയുമ്പോൾ 2011 ശേഷം BRP കാർഡ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ഇതായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് വരും. അയർലൻഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ഇതിന്റെ എല്ലാം സർട്ടിഫൈഡ് കോപ്പിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഏരിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പം ഈ ചെയ്യുന്നതിൽ നമ്മൾ അപ്ലോഡ് വരുന്നില്ല, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് അപ്ലോഡിൽ വരുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്ലസ് ശ്രദ്ധിക്കേണ്ട സർട്ടിഫൈഡ് കോപ്പി ആയിരിക്കണം. അത് നോട്ടറി, സോളിസിറ്റർ, അവരാരെങ്കിലും സർട്ടിഫൈ ചെയ്ത പേപ്പറുകൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ആ ഡീറ്റെയിൽസുകൾ ഞാൻ പറയുന്നതാണ്. പ്ലേസ് ഓഫ് ബർത്ത് ആസ് പെർ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ നമ്മളത് മെൻഷൻ ചെയ്യാം. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതർ നെയിംസ്, സ്പെല്ലിംഗിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും കൊടുക്കണം. കാരണം നമ്മുടെ PR പ്രോസസ്സിംഗിൽ നമ്മൾ നമ്മുടെ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി അതിനൊക്കെ ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്, പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും പേരുകൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ ലിജോ വീരാളി ജോസഫ് എന്നുള്ളതാണ് ഫുൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള നെയിം പാസ്പോർട്ട് പ്രകാരം. പക്ഷെ ഞാൻ പഠിച്ചപ്പം ലിജോ വിജയ് അതിന്റെ ഇനീഷ്യൽ രൂപമാണുള്ളത്. ചിലപ്പോൾ ചില രേഖകളിൽ ലിജോ ജോസഫ് എന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക, ചിലയിൽ ലിജോ വി ജോസഫ് എന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇതൊക്കെ നെയിമിന്റെ വകഭേദങ്ങളാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യണം, നമ്മൾ യെസ് അവിടെ കൊടുക്കണം. അതിന്റെ പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലർ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡിന്റെ പേര് ചേർക്കുന്ന ഒരു രീതിയുണ്ട്, പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പന്റെ പേരായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പം ഇതെല്ലാം പ്രശ്നം സൃഷ്ടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ യെസ് അവിടെ കൊടുത്തിട്ട് നമ്മൾ സ്പെല്ലിംഗിൽ തെറ്റ് അവിടെ കാണിക്കേണ്ടതാണ്. പിന്നെ സിറ്റിസൺഷിപ്പ്, നമുക്ക് എന്തായാലും ഒരു സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ ഉണ്ട്, നമ്മൾ യെസ് കൊടുക്കണം. രണ്ടാമതൊരു സിറ്റിസൺഷിപ്പ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. അവിടെ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് UK നിങ്ങൾ കുറെ നാളായി സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അതർ ഐഡന്റിറ്റി ഡോക്യുമെന്റ്, അവിടെ നമ്മൾ യെസ് ആണ് കൊടുക്കേണ്ടത്. തീർച്ചയായും നമുക്ക് കുറെ സപ്പോർട്ടീവ് ഡോക്യുമെന്റ് കൊടുക്കണം. അപ്പം ആധാറോ ഐഡിയോ ഏതെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ട്, അപ്പോൾ തീർച്ചയായും യെസ് കൊടുക്കുക. ഹെൽത്ത് എക്സാമിനേഷൻ, അവിടെ എല്ലാത്തിനും ടിക്ക് നോ കൊടുക്കുക. ഈ അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മെഡിക്കലിന്റെ ഒരു ഇമെയിൽ നമുക്ക് വരും. അതിനകത്ത് കുറെ ഇതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റുകളുണ്ട്. അത് ഫില്ല് ചെയ്തതിന് ശേഷമാണ് HIP നമ്പർ നമുക്ക് കിട്ടുന്ന മെഡിക്കൽ എടുക്കുന്ന ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അപ്പോൾ അതർ ഐഡന്റിറ്റി ഡോക്യുമെന്റ് നമ്മൾ യെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഏതാ വരുന്നെങ്കിൽ ഇപ്പം UK ഞാനിപ്പം കൊടുത്തത് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുത്തത്, BRP ആണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ചിലർക്ക് ഇവിടെ റെസിഡൻസ് പെർമിറ്റ് PR കിട്ടിയവരുണ്ടായിരിക്കും UK. അപ്പോൾ നിങ്ങളുടെ അതാണ് ഏറ്റവും വലിയ എവിഡൻസ്. അല്ല ഇപ്പം അയർലൻഡിലാണോ ഏത് രാജ്യത്താണോ അത് സബ്മിറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ എക്സ്പയറി, അതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, കൺട്രി ഓഫ് ഇഷ്യൂ എല്ലാം നമുക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നു. ആ ഡീറ്റെയിൽസിൽ എത്ര എണ്ണം വേണോ അത് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡാറ്റ ഇൻഫർമേഷൻ ആണ്. അതിനകത്ത് നമ്മൾ കൊടുത്ത പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ വീണ്ടും റീചെക്ക് ചെയ്യാണ്. എല്ലാം വായിച്ചു നോക്കുക, ഉറപ്പാക്കുക, യെസ് കൊടുക്കുക. അടുത്തത് മൈഗ്രേറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി യൂണിറ്റ്, അതായത് നമ്മുടെ കൂടെ ഡിപ്പെൻഡന്റ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുക. അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തുറമാനമായ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വരുമ്പോൾ അടുത്ത കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി യൂണിറ്റിലെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഡിപ്പെൻഡ് 1 ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് നമ്മൾ നേരത്തെ പ്രൈമറി അപ്ലിക്കന്റ് ഡീറ്റെയിൽസ് കൊടുത്ത പോലെ പാസ്പോർട്ട്, ഐഡന്റിറ്റി ഡോക്യുമെന്റ്, നെയിമിൽ ചേഞ്ച് ഉണ്ടോ, ബാക്കി ഇത്യാദി എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് കൊടുക്കുക. ചൈൽഡ് കസ്റ്റഡി ഡീറ്റെയിൽസ്, അതായത് 18 വയസ്സിന് താഴെയാണെങ്കിൽ ആ ചൈൽഡിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്, ഈ പ്രൈമറി അപ്ലിക്കന്റ് ഉണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ സ്പൗസ് ഒക്കെ ആകുമ്പോൾ അത് 18 വയസ്സിന് താഴെ അല്ലല്ലോ, അപ്പം അവിടെ പ്രാധാന്യമില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് അവർ ചോദിച്ചിട്ടുള്ള 18 വയസ്സിന് താഴെയാണോ ആണോ അല്ലേ, ലീഗൽ കസ്റ്റഡി ആർക്കാണ്, പ്രൈമറി അപ്ലിക്കന്റിനാണോ, വേറെ ആർക്കെങ്കിലും ഗാർഡിയൻ ഷിപ്പ് ഉണ്ടോ, റൈറ്റ്സ് ഉണ്ടോ കുട്ടിയുമേ, പിന്നെ അതുപോലെ ട്രാവൽ ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ഇത്യാദി കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡിപ്പെൻഡന്റ് 2 ക്ലിക്ക് ചെയ്യാം. അത് ചൈൽഡ് ആയിരിക്കും ഒരു പക്ഷേ, എത്ര പേരുണ്ടോ അവരുടെ പേര് നമ്മൾ അതിനകത്ത് കൊടുക്കുക, ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് 18 വയസ്സിന് താഴെയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിവ്യൂ ഇൻഫർമേഷൻ ആണ്. നമ്മളിപ്പോൾ കൊടുത്ത ഡിപ്പെൻഡ് എത്ര കുട്ടികളുണ്ടോ, ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വെച്ചു. അത് മൊത്തം നമ്മൾ വായിച്ചു നോക്കുക. പാസ്പോർട്ട് പ്രകാരമാണോ, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് അവരുടെ ബർത്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് നോക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അവിടെ കൺട്രി ഓഫ് റെസിഡന്റ്, നിങ്ങളിപ്പോൾ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അയർലൻഡിലായിരിക്കാം, ആ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. പിന്നെ റെസിഡൻഷ്യൽ അഡ്രസ് ഏതാണോ അത് നമ്മൾ കൊടുക്കുക. പിന്നെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുക, പോസ്റ്റൽ അഡ്രസ് നമ്മൾ കൊടുക്കുക, ഇമെയിൽ അഡ്രസ് കൊടുക്കുക. പിന്നെ ഇപ്പം ഓസ്ട്രേലിയയിലെ ഏത് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നോമിനേഷൻ കിട്ടിയവരാണ് 186, നമ്മൾ ആ സ്റ്റേറ്റിന്റെ പേരോടെ സെലക്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത് അതർടൈസർ റെസിപ്പിന്റെ ഡീറ്റെയിൽസ്, അതായത് വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഏജന്റിനെ വെച്ചിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് പോകണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇതിന്റെ. അപ്പോൾ ആണെങ്കിൽ ആ പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മൈഗ്രന്റ് ആയിട്ടുള്ള ഏതെങ്കിലും മെമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഫാമിലിയിൽ അപ്പനമ്മ ഉണ്ടായിരിക്കാം, അപ്പം പക്ഷെ അവർ ഓസ്ട്രേലിയക്ക് ഇപ്പം നമ്മുടെ കൂടെ PR ചെയ്യണമെന്ന് ആഗ്രഹമില്ല, മീൻസ് ചെയ്യാത്തവരായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് അവിടെ ടിക്ക് നോ കൊടുക്കുക, അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് ഒന്നും നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവരുടെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ചോദ്യത്തിന് നോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സ്കിൽ അസസ്മെന്റ് അടുത്ത് വരുന്നത്, അത് നമ്മൾ എൻമാക്ക് ചെയ്തിട്ടുണ്ട്. എൻമാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ എൻമാക്കിൽ ആ കോഡാണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്, അതായത് ആരാണ് അസസ് ചെയ്തതെന്നുള്ളത്. ഇപ്പം നിങ്ങൾ നൈസ് ആണെങ്കിൽ നമുക്ക് അനസ്കോ കോഡ് ഉണ്ട്, അതുപോലെ എൻമാക്കിൽ നമ്മുടെ റെഫറൻസ് ലെറ്റർ ഉണ്ടായിരിക്കാം. അല്ല വേറെ ഏതെങ്കിലും നിങ്ങൾ ജോലിക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്, അസസ്മെന്റ് ഡീറ്റെയിൽസ് ആണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നോമിനേറ്റഡ് ഓക്യുപ്പേഷൻ, അതുപോലെ കാൻഡിഡേറ്റിന്റെ ഇപ്പോൾ രജിസ്റ്റർഡ് നൈസ് ആയിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, സർജിക്കൽ ആയിരിക്കാം, ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കാം, ICU ആയിരിക്കാം, ക്രിട്ടിക്കൽ കെയർ, എങ്ങനെ അതുപോലെ നിങ്ങളുടെ കോഡ് കൊടുക്കുക. അതുപോലെ സൂട്ടബിൾ സ്കിൽ അസസ്മെന്റിൽ പെടുന്ന ആളാണോ, നെയിം ഓഫ് അസസിംഗ് അതോറിറ്റി, അതുപോലെ ഡേറ്റ് ഓഫ് സ്കിൽ അസസ്മെന്റ് നടത്തിയിട്ടുള്ളത്, അതിന്റെ നമ്പർ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്
കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ആൻമാക്കിലെ റെഫറൻസ് നമ്പർ, അതായത് നമുക്ക് കാണാൻ കഴിയുന്ന അതിന്റെ ബോട്ടം ലെഫ്റ്റിലാണ് അത് കാണാനായിട്ട് കഴിയുക. അപ്പോൾ അടുത്ത എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഏതാണോ, ക്വാളിഫിക്കേഷൻ അതാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഡിപ്ലോമ ആവും, BSc ആവും, MSc ആവും, PhD ആവും, അല്ല നിങ്ങൾ ഇപ്പം കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, എൻറോൾ ചെയ്തായിരിക്കാം. അപ്പോൾ അത് ഏതാണോ ആ ഹയസ്റ്റ് അത് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കിയെല്ലാം ഇതും കൊടുക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടാവും, അതിന്റെ കൂടെ BSc ഉണ്ടാവും, MSc ഉണ്ടാവും, PhD ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഡിപെൻഡന്റ് 1 സ്പൗസ് ആരായിരുന്നോ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇതുപോലെ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് കോഴ്സിന്റെ നെയിം, ക്വാളിഫിക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, കൺട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ന് അവസാനിച്ചു എന്നുള്ള TC നോക്കി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അപ്പോൾ അടുത്ത എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി ആണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് 10 വർഷത്തിൽ വർക്ക് ചെയ്തോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എസ് കൊടുക്കുക. അവിടെ നമ്മൾ 10 വർഷത്തെ ഫുള്ള് ചരിത്രങ്ങൾ അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ അവരവിടെ ഇപ്പോൾ അതിനകത്ത് ചോദിക്കുന്നുണ്ട് ഏത് പൊസിഷനിലായിരുന്നു നമ്മൾ, എംപ്ലോയറിന്റെ നെയിം എന്തായിരുന്നു, ഫുൾ ടൈം ആയിരുന്നു, പാർട്ട് ടൈം ആയിരുന്നു, കൺട്രി എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് അവസാനിച്ചു, ആ ഡ്യൂട്ടിയുടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നോമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പൊസിഷൻസ് ആയിരുന്നു എംപ്ലോയറിന്റെ, ഇത്യാദി കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇതേ സെയിം തന്നെ ഡിപ്പെൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പറയേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ കൊടുക്കാനായിട്ട് നോക്കുക. എനിക്കിപ്പോൾ 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, കണ്ടന്റ്സ് ഫുള്ള് നമ്മൾ കൊടുത്തായിരുന്നു. പിന്നെ അപ്ര രജിസ്ട്രേഷൻ, നമ്മുടെ NMBI, UK, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതിനകത്ത് കൊടുക്കുക. അപ്ര എല്ലാ രജിസ്ട്രേഷനും നമ്മളവിടെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആൻമാക്ക് നമ്മൾ ചെയ്താണ്. അപ്പോൾ അതിനകത്ത് അസസ് ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി തന്നെയായിരിക്കും ഈ പ്രൈമറി അപ്ലിക്കന്റിന് വരിക. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മുടെ അപ്ലിക്കന്റ് ലാംഗ്വേജ് സ്കില്ലാണ്. അപ്പോൾ നമ്മൾ OET, IELTS, PTE ഏതാണ് നമ്മൾ എഴുതി അതൊന്ന് തുറന്നു വയ്ക്കുക. അതിനകത്ത് ഡീറ്റെയിൽസുകളെല്ലാം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. ലാംഗ്വേജ് സ്കിൽ ഉണ്ടോ നമുക്ക് എസ് കൊടുക്കുക. മെയിൻ ലാംഗ്വേജ് ഏതായിരുന്നു അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രൊഫഷൻസി ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ആ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്നായിരുന്നു, അതിന്റെ നമ്പർ കാര്യാദികൾ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിന്റെ സ്കോർ അവർ ചോദിക്കുന്നുണ്ട്, ഓരോന്നിന്റെ സ്പീക്കിംഗ്, ലിസണിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് അത് നമ്മൾ കൊടുക്കുക. ചിലവർക്ക് ക്ലബിംഗ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നമുക്ക് പറയാമല്ലോ, അപ്പോൾ ഓസ്ട്രേലിയക്ക് നമുക്ക് വേണ്ടത് ഫുൾ B ആണ്. അപ്പോൾ 2 ക്ലബ് ചെയ്ത B തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ B സ്കോർ നമ്മൾ കൊടുക്കുക. ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഏതാണോ റീസെന്റ് ഉള്ള അതിന്റെ നമ്മൾ കൊടുക്കുക. ഏതാണോ ആദ്യത്തെ എക്സാം, ഇപ്പോൾ ക്ലബ് ചെയ്യുന്നതിലെ ഏറ്റവും ആദ്യം എഴുതിയ എക്സാം ഏതാണോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിനകത്ത് വെക്കേണ്ടത്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഭാഗമുണ്ട്, അവിടെ നമ്മൾ ഇതിന്റെ എല്ലാം കോപ്പീസ് പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 18 വയസ്സിന് മുകളിലുള്ള ഏത് ഡിപ്പെൻഡ് ഉണ്ടോ അവരെല്ലാം ഈ ഒരു ലാംഗ്വേജിന്റെ ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ ഹിസ്റ്ററി എന്ന് പറയുന്നതാണ് അടുത്ത ഘട്ടം. അതിനകത്ത് നമ്മൾ 10 വർഷത്തിനുള്ളിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ 12 മാസത്തിനേക്കാൾ കൂടുതൽ താമസിച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങളുടെ ഡീറ്റെയിൽസ്, എത്ര നാള്, എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തത് എന്നെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ഉള്ളെങ്കിൽ എല്ലാം നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യും. ഇപ്പം നിങ്ങൾ അയർലൻഡ് സ്ഥിരം താമസമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ നാട്ടിലേക്ക് പോയതായിരിക്കാം, പക്ഷെ അവിടെ 13 മാസം താമസിച്ചെങ്കിൽ അത് തീർച്ചയായും നോട്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൺട്രീസ് ഓഫ് റെസിഡൻസ് ആണ്. നമ്മൾ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ 12 മാസത്തിനേക്കാൾ മുകളിൽ 10 വർഷത്തിനുള്ളിൽ, അത് 12 വർഷത്തിന് മുകളിലാണെങ്കിൽ മാത്രമാണ് അവിടെ നമ്മൾ എഴുതേണ്ട ഒരു ആവശ്യം. അതിന്റെ ഡീറ്റെയിൽസ് നമ്മളെല്ലാം കൊടുക്കണം. എത്ര രാജ്യം ഉണ്ടോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അടുത്ത കുറെ ഡിക്ലറേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. നമ്മുടെ ക്യാരക്ടറാണ് ആദ്യം വരുന്നത്. എല്ലാം വായിച്ചു നോക്കുക, എന്നിട്ട് അതിനകത്ത് ഡീറ്റെയിൽസുകൾ കൊടുക്കുക. ഏതെങ്കിലും നമ്മൾ എസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫർദർ ക്ലാരിഫിക്കേഷൻസ് അവർ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ആ താഴേക്കുള്ള എല്ലാ സെഷനും ഓരോ തരം ഡിക്ലറേഷൻ ആണ്, എല്ലാം നമ്മൾ വായിക്കുക. ഫോൾസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും മിസ്ലീഡിങ് ഇൻഫർമേഷൻ കൊടുത്താൽ അത് ഒഫൻസീവ് ആണ്, ഒഫൻസ് ആക്കരുത്, ചിന്തിക്കുക, നന്നായി ശ്രദ്ധാപൂർവ്വം വായിച്ച് ഉത്തരങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ എസ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പൈൻഡ് അപ്ലിക്കേഷൻ ആണെങ്കിൽ ഏത് അപ്ലിക്കൻ്റാണ് അതിനകത്ത് വരുന്നത്, അതിന്റെ ഡേറ്റ്, നേച്ചർ ഓഫ് ഒഫൻസ്, അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ദ സെന്റൻസ്, ഡേറ്റ് ഓഫ് എനി പീരീഡ് ഓഫ് ഇംപ്രസ്മെന്റ് ഓർ അതർ ഡിറ്റൻഷൻ, എന്തെങ്കിലും നമുക്ക് ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ, എത്ര നാളായിരുന്നു, ഇത്യാദി കാര്യങ്ങൾ. അവന് അപ്ലിക്കന്റ് എവർ ബീൻ ചാർജ്ഡ് വിത്ത് എനി ഒഫൻസ് ദാറ്റ് ഈസ് കറന്റ്ലി അവൈറ്റിംഗ് ലീഗൽ ആക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ അതിൻ്റെതായ ഒരു എക്സാമ്പിളാണ് ഞാൻ കൊടുത്തത്. അതുപോലെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ശ്രദ്ധാപൂർവ്വം വായിച്ച് അതിന് ഉത്തരം കൊടുക്കുക. പിന്നെ അവസാനത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ചില സെക്ഷനിൽ നമ്മളോട് ഒരു പക്ഷേ ട്രാവൽ ഡോക്യുമെന്റ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, സ്കിൽ, എക്സ്പീരിയൻസ്, നമ്മുടെ ആൻമാക്ക് ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻസുകൾ നമ്മൾ വെച്ചത്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, PhD, MSc, ഡിപ്ലോമ, ഡിഗ്രി ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ വെക്കണം. പിന്നെ താഴേക്ക് വരുമ്പോൾ പാസ്പോർട്ട്, ഡിപ്പെൻഡ് പാസ്പോർട്ടുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ആൻമാക്ക്, BSc അല്ല നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആവുക, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കാം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ടെസ്റ്റ് റിസൾട്ടുകൾ, അതുപോലെ ഡിപ്പെൻഡന്റ് 18 വയസ്സിന് മുകളിലാണെങ്കിൽ ഫങ്ഷണൽ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് റിസൾട്ടുകൾ, ഡിപ്പെൻഡൻസിന്റെ, അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ്, അപ്ര സ്റ്റേറ്റ്മെന്റ് ഓഫ് സർവീസ്, നമ്മുടെ എക്സ്പീരിയൻസിന്റെ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റുകൾ, ഇതെല്ലാം അറ്റാച്ച് ചെയ്യാൻ പറ്റാവുന്ന ഡോക്യുമെന്റുകളാണ്.
അപ്പോൾ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാനുള്ള സ്ക്രീൻ ഉണ്ട്. അവിടെ നമ്മൾ പോയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ വൺസ് ആപ്ലിക്കേഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം വരെ അറ്റാച്ച്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പാണ് അറ്റാച്ച്മെന്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഡിലേ അനുസരിച്ച് നമ്മൾ ചെയ്ത് വരികയാണ്. പക്ഷേ 30 ദിവസത്തിനേക്കാൾ മുകളിൽ പോവുകയാണെങ്കിൽ അറ്റാച്ച്മെന്റ് അവിടെ നിലനിൽക്കില്ല. അത് അവർക്ക് കാണാനായിട്ട് കഴിയത്തില്ല. പിന്നെ ഈ നമ്മൾ സബ്മിറ്റ് ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് അതിനകത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും അറ്റാച്ച്മെന്റ് വേണമെങ്കിൽ. പിന്നെ ഇപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്കാൻഡ് കോപ്പി അത് പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്തായിരിക്കണം. ഈ മൊബൈലൊന്നും വെച്ച് സ്കാൻ ചെയ്യണത് ആവരുത്. നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കണം സ്കാൻഡ് കോപ്പികൾ വേണ്ടത്. പിന്നെ പരമാവധി ലിമിറ്റേഷൻസ്, അതായത് ഒത്തിരി ചവർ പോലെ അപ്ലോഡ് ചെയ്യാണ്ട് ഇപ്പോൾ അപ്പുറപ്പുറൊക്കെ ആണെങ്കിൽ അതൊരു PDF ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ പേജുകളുടെ എണ്ണം ഒറ്റ ഫയലായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര ഡിപ്പെൻഡ് ഉണ്ട് അവരെല്ലാ ഡോക്യുമെന്റുകളും നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്, മിക്സപ്പ് ചെയ്യരുത്. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അറ്റാച്ച്മെന്റുകളിൽ ശ്രദ്ധിക്കുമ്പോൾ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുക, പിന്നെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ കൊടുക്കുക. അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റെക്കോർഡും നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കി അപ്ലോഡ് ചെയ്യുക. അതിനകത്ത് കട്ട് ഷോട്ട് ചെയ്യേണ്ടത് കട്ട് ഷോട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇമി അക്കൗണ്ടിൽ കയറി നോക്കുകയാണെങ്കിൽ അറ്റാച്ച്മെന്റ് ഇമ്പോർട്ടൻസും അതിന്റെ രീതികളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതിനകത്ത് ഒരു പിക്ചർ സഹിതം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ക്വാളിറ്റിയെ പറ്റി. അതെല്ലാം റെഫറൻസ് ആണ്, നമ്മൾ നോക്കണം തീർച്ചയായും. പിന്നെ എങ്ങനെ സ്കാൻ ചെയ്യണം, ഏത് ക്വാളിറ്റിയാണ്, ഏത് ഫയൽ ഫോർമാറ്റ് ആണ് വേണ്ടതെന്നൊക്കെ അവരുണ്ട്. ഒരു ഡോക്യുമെന്റ് പരമാവധി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 1-2 പേജുകളൊക്കെ ആണെങ്കിൽ ഒറ്റ PDF ആയിട്ട് നമ്മൾ അതിനെ മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ലോ ക്വാളിറ്റി അവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർ മാനേജർ വന്ന് നമ്മളോട് ചോദിച്ചു അതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ വിസ ടൈം അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. അപ്പം ഈ വക ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 186 ചെയ്തപ്പം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഈ പാർട്ടേ സ്കിപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ഇമി അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കൊരു ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യലിൽ നമ്മുടെ കാൻഡിഡേറ്റിന്റെ ട്രാവൽ ഡോക്യുമെന്റ് ആയിരിക്കാം, സർട്ടിഫൈഡ് കോപ്പി ഓഫ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ അറ്റസ്റ്റ് ചെയ്യണമെന്നില്ല, അതായത് നമ്മുടെ ആൻമാക് അപ്ര പോലുള്ള സാധനങ്ങൾ. പക്ഷേ നമ്മുടെ ഡിഗ്രി, MSc, BSc ഒക്കെ ഔട്ട്സൈഡ് നിർത്തിയിട്ടുള്ളതാണ്. അതൊക്കെ തീർച്ചയായും നമ്മൾ നോട്ടറി അല്ലെങ്കിൽ നമ്മുടെ സോളിസിറ്റർ ഒക്കെ അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ UK യിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിയർ ബൈ സോളിസിറ്റർ അടിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറം ഉണ്ടായിരിക്കും 5 മൈലിലൊക്കെ. നമ്മൾ അവിടെ പോകുക, അപ്പോയിന്റ്മെന്റ് വിളിച്ച് ചോദിക്കുക. ഒരു ഡോക്യുമെന്റ് 5 പൗണ്ട് വെച്ചിട്ട് അവർ മേടിക്കുന്നത്, അവരത് ചെയ്തു തരും, അത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടറി ക്യാം എന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഒത്തിരി അറ്റസ്റ്റേഷൻ ഉണ്ട്, അവരെ ബുക്ക് ചെയ്ത് 24/7 സർവീസ് ഉണ്ട്. നാട്ടിലാണെങ്കിൽ നോട്ടറിക്കാർ ചവറ് പോലെയാണ്. പോസ്റ്റ് ഓഫീസിലും അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഈവൻ ഗവൺമെന്റ് ഡോക്ടേഴ്സ് അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അറ്റസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൻമാക് അപ്ര, പിന്നെ നമ്മുടെ സർവീസ് വർക്ക് റെഫറൻസുകൾ, ട്രാൻസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ പോലീസ് ക്ലിയറൻസ് ഞാൻ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് എല്ലാവരുടെയും വേണം. കാൻഡിഡേറ്റിന്റെ 18 വയസ്സിന് താഴെയുള്ളവർ വേണ്ട, അല്ലാത്തവരുടെ എല്ലാവരെയും നമുക്ക് ചെയ്യേണ്ടതാണ്. സ്പൗസിന്റെ ഈ പറഞ്ഞ പോലെ ട്രാവൽ ഡോക്യുമെന്റ് എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കോപ്പികളിലെ സ്പൗസ് എവിഡൻസ്, അറ്റാച്ച്ഡ് മാരേജ് സർട്ടിഫിക്കറ്റ്, എവിഡൻസ്, കോപ്പി ഓഫ് പോലീസ് സർട്ടിഫിക്കറ്റ് എല്ലാം വെക്കണം. ചൈൽഡിന്റെ ഈ പറഞ്ഞ പോലെ ട്രാവൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് പാസ്പോർട്ട്, ഇത്ര സാധനങ്ങൾ. ഈ പാസ്പോർട്ട് ഒക്കെ എന്തായാലും അറ്റസ്റ്റഡ് തന്നെ ആയിരിക്കണം നമ്മൾ വെക്കുന്നത്. BRP അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇവ വെക്കുന്നതല്ല. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് സബ്മിറ്റ് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പേയ്മെന്റ് ആണ് ലാസ്റ്റ് വരുന്നത്. അത് സബ്മിറ്റിന് മുമ്പ് മൊത്തം ഒന്ന് വായിച്ചു നോക്കുക. അത് എത്ര തവണ വായിച്ചു നോക്കാൻ പറ്റുന്നോ അത്ര തവണ നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ട്, അവരെയും കൊണ്ട് വായിപ്പിച്ച് നോക്കണമെങ്കിൽ വായിപ്പിച്ച് നോക്കുക. കാരണം തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഡിലേ ആവും. നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ വിസയെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും പേര് ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം കുറെ തെറ്റുകൾ അവർ സ്ഥിരം കാണുന്നുണ്ട്, അവരെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡോക്യുമെന്റ് വേറെ വേണമെങ്കിൽ അവർക്ക് നമ്മളെ അവിടെ ചോദിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഏജൻസിയെ പരമാവധി ആൾക്കാർ പൈസ പോയാലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എപ്പോഴും റെഫർ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ തന്നെ കാണുകയാണെങ്കിലും ഇതുപോലുള്ള ഒത്തിരി വീഡിയോകൾ, അല്ലെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഫോമുകൾ, ഇപ്പം നിങ്ങളുടെ എംപ്ലോയർ ആരാണോ അവർ നിങ്ങൾക്ക് ഒരുപക്ഷെ ഗൈഡൻസ് തന്നിട്ടുണ്ടായിരിക്കും, റിക്രൂട്ട്മെന്റ് ഏജൻസി. അപ്പോൾ അതെല്ലാം റെഫർ ചെയ്തിട്ട് പരമാവധി തെറ്റ് ഒഴിവാക്കിയിട്ട് സബ്മിറ്റ് ചെയ്താൽ പെട്ടെന്ന് വിസ കിട്ടും, തെറ്റ് ഒഴിവാക്കാൻ പറ്റും. അത്താതി കാര്യം ശ്രദ്ധിക്കാം. പിന്നെ എല്ലാ ഡോക്യുമെന്റും ലെജിബിൾ ആണോ, ക്ലിയർ ആണോ നോക്കുക. നമ്മൾ ഇട്ടിരിക്കുന്ന ഡേറ്റുകൾ അത് ഓവർലാപ്പ് ചെയ്യാതെ നമ്മുടെ അഡ്രസ്സുകൾ കറക്റ്റ് ആണോ നോക്കുക. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ്, ഡിക്ലറേഷൻസ് അതെല്ലാം ഓക്കെ ആണോ നോക്കുക. പിന്നെ എത്ര തവണ ചെക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തോളൂ, ഏറ്റവും നല്ലത്. കാരണം 1 ചെയ്ത് 2 ചെയ്ത് 3 ചെയ്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു തെറ്റ് കാണാം. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായും ചെയ്യാം. പിന്നത്തെ കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ വിസയുടെ ഫീസ്, സർചാർജ് ഇതെല്ലാം നമ്മൾ അടയ്ക്കണം. എല്ലാം കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം അടയ്ക്കുമ്പോൾ നമുക്ക് അറിയാം എംപ്ലോയർ റീഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള. ഇപ്പോൾ അപ്പോൾ നമ്മൾ സ്റ്റാഫ് ലിങ്ക് നമ്പർ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് അത് റീഇംബേഴ്സ്മെന്റ് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഫോം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിസയുടെ ഫീസൊക്കെ അവർ തരുന്നതാണ്. അപ്പോൾ വിസയുടെ ഫീസ് എത്രയാണ്, ഈ വിസ എത്ര കാലഘട്ടം പിടിക്കും, ബാക്കി എന്തൊക്കെയാണ് ഈ വിസയിലെ നിബന്ധനകൾ, ഇതൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് റെഫർ ചെയ്യാൻ നിങ്ങൾ. അപ്പോൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മാനേജർ ഇടയ്ക്ക് നമുക്ക് മെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫർദർ ഡോക്യുമെന്റ് വേണമെങ്കിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിക്രൂട്ടർ ആരാണോ, നമ്മുടെ ഫ്യൂച്ചർ എംപ്ലോയർ ആരാണോ, അവർക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പും ഫോർവേഡ് ചെയ്യുക. അതായത് സബ്മിറ്റ് ചെയ്തു, എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു, എൻ്റെ ഫാമിലി അസസ്മെന്റ് കഴിഞ്ഞു, എൻ്റെ വിസ അപ്രൂവലായി, ഇത്യാദി കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്കും കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ പ്രോസസിംഗ് ടൈം ഓരോ കാൻഡിഡേറ്റ് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത് അവന് കിട്ടിയില്ലോ, എനിക്ക് കിട്ടിയില്ല, നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്, നിങ്ങളുടെ ഡിപ്പെൻഡിന്റെ വ്യത്യാസങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് വേരിയേഷൻ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി നിങ്ങൾ വറീഡ് ആവണ്ട. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡും സേഫ് ആയിട്ട് അപ്ഡേഷൻ അറിയാനും പറ്റുന്നത് നമ്മുടെ ഇമിയുടെ പേജ് തന്നെയാണ്.
നിങ്ങൾ ഇമിയുടെ നമ്പർ അടിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു വിസ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കുക, കാലഘട്ടത്തിനനുസരിച്ച് വിസയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും ഇമി അക്കൗണ്ടിൽ കയറിയിട്ട് ന്യൂജൻ അപ്ഡേഷൻസ് ചെക്ക് ചെയ്യുക, നന്നായി ചെയ്യുക. മറ്റേ വീഡിയോയും കൂടെ നിങ്ങൾ കാണുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്നെ അറിയിക്കണം. കമന്റ് ബോക്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ഇട്ടാൽ അടുത്ത റെഫർ ചെയ്യണവർക്ക് അത് ഉപകാരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ നല്ലൊരു മനസ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ 186 അല്ല ചെയ്തത്, 189 ആയിരുന്നു. അപ്പം ഞാൻ കൂട്ടുകാരിൽ നിന്നെടുത്ത ഇൻഫർമേഷനും ഒഫീഷ്യൽ സൈറ്റിൽ നിന്നെടുത്ത ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഫർദർ റെഫറൻസും കൂടെ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് പുറമെ നിങ്ങൾ എടുത്തിരിക്കണം. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.